ഇത് കഴിഞ്ഞ ദിവസം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ വടക്കൻ മേഖലാ വികസന ജാഥ നടന്നിരുന്നു. അതിൽ ബംഗാളികളെ കൊണ്ടുവന്ന് മുദ്രാവാക്യം വിളിപ്പിച്ചു എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം നീക്കങ്ങൾ CPM-ന് ഗുണം ചെയ്യൂ? യാത്രകളുടെ കാര്യമല്ലേ, വടക്കൻ മേഖല, തെക്കൻ മേഖല, മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ. ഇതാണ് ഇപ്പോൾ CPM-ന്റെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അതായത് കേരളത്തെ 3 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഓരോ മേഖലയിലും ഓരോ ജാഥ ക്യാപ്റ്റനെ നിയോഗിച്ച് അവർ അതിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയൊക്കെ യാത്ര നടത്തുകയാണ്. പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് UDF-ൻ്റെ യാത്രയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പണ്ട് മുതലുള്ള കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യാത്ര, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെക്ക് വടക്ക് യാത്ര നടത്തുക എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും ഇപ്രാവശ്യം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ആരംഭിച്ച വടക്കൻ മേഖലാ ജാഥ തൊട്ട് ഇങ്ങ് തെക്കൻ മേഖലാ ജാഥ വരെയുള്ള ഈ വികസന മുന്നേറ്റ ജാഥ അത് CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. വളരെ നിർണായകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നിർണായകമാണ്. കാരണം CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഭയമുണ്ട്. അതവർ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. CPM-ൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചർച്ചകൾ പ്രകാരം അതിദയനീയമായ തോൽവി CPM-ന് പ്രാവശ്യം, LDF-ന് പ്രാവശ്യം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ, വലിയ അട്ടിമറികളോ വലിയ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ ആകുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളോ CPM-ന് കിട്ടിയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിലേക്ക് CPM കൂപ്പുകുത്തുമെന്നാണ് CPM-നുള്ളിൽ തന്നെയുള്ള ഭയം. ഇത് സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ പുതുയുഗ യാത്രയുടെ ഉദ്ഘാടന വേളയിൽ VD സതീശൻ പറഞ്ഞത് 110-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആകെ 140 സീറ്റിൽ 110-ലധികം എന്ന് പറയുമ്പോൾ ബാക്കി ഒരു 30 സീറ്റാണുള്ളത്. ആ 30 സീറ്റിൽ 1-2 BJP കൊണ്ടുപോയാൽ പോയി, അല്ലെങ്കിൽ CPI-യുടെ സീറ്റുകളുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞ് വന്നാൽ 25 CPM-ന്. അത് തന്നെയാണ് UDF-ൻ്റെയും കണക്കൂട്ടൽ. അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പതിറ്റാണ്ട് കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടെ വെറും 25 സീറ്റിലേക്ക് ചുരുങ്ങാൻ പോകുന്നു എന്ന ഭയത്തിൽ നിന്നുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ ജാഥകൾ നടത്തുന്നത്. ഈ ജാഥകൾ നടത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് കെ മാണി UDF-ലേക്ക് പോകുന്നു എന്നൊരു പ്രചാരണം കൂടി വന്നിരുന്നു. അതായത് ഒപ്പമുള്ള ഘടകകക്ഷികൾ പോലും ഒലിച്ചു പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കിടയിലാണ് ഇത്രയും വലിയൊരു ജാഥ CPM നടത്തുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ജാഥകൾ CPM-ൻ്റെ വളരെ കളർഫുള്ളായിരിക്കും. കാരണം CPM-നെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് ഈ ജാഥ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ചെങ്കൊടി സ്ഥാപിക്കാനും കൂലിക്കാളെ നിർത്തിയതുപോലെ ആളെ കൊണ്ടുവരാനും, പോലെ എന്നാണ് ഞാൻ പറഞ്ഞത്, കൂലിക്കാളെ നിർത്തിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ കൃത്യമായി 100 പേർ എന്ന് പറഞ്ഞാൽ 100 പേരെ കൊണ്ടുവരാനുള്ള സംഘടനാശേഷി CPM-ന് കേരളത്തിലെമ്പാടുമുണ്ട്, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് പ്രശ്നം. പാർട്ടി പറഞ്ഞതുകൊണ്ട് വരുന്നു, പാർട്ടിക്ക് ജയ് വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് വിളിക്കുന്നു, അല്ലാതെ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഞങ്ങളുടെ മനസ്സിലില്ല എന്നീ സഖാക്കൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ സഖാക്കളുടെ മനസ്സിലെ യാഥാർത്ഥ്യം അതാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് കഴിഞ്ഞ ദിവസം ഈ ബംഗാളികളെ വെച്ച് മുദ്രാവാക്യം വിളിപ്പിച്ച CPM-ന്റെ ഒരു സ്ട്രാറ്റജിയാണോ? അതെന്തുകൊണ്ടാണ് ഒരു ബംഗാളി സംഭവം? മലബാറില്, പയ്യന്നൂരില്, കണ്ണൂരില് ഒക്കെ CPM-ന് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ CPM-നെ കൈവിട്ടു. CPM-ന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് പോയത്. 50-ഓളം സീറ്റുകൾ ആ കാരണം കൊണ്ട് മാത്രം UDF-നൊപ്പം നിൽക്കുമെന്നാണ് UDF-ൻ്റെ വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയധികം തിരിച്ചടി കിട്ടുന്ന മലബാറിൽ വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഒന്ന്, കണ്ണൂർ ഉൾപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട CPM-ൻ്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി വരുന്നു എന്നതല്ലാതെ അത് ഒരു കാരണമായി പറയാം. പക്ഷേ ശരിക്കുള്ള കാരണം പാർട്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന മലബാർ ബെൽറ്റിലാണ്. CPM-ന് ഉള്ളിൽ വലിയ അതൃപ്തിയുള്ള മേഖലകൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുണ്ട്. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളും അത് RSS-നൊപ്പമായിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് പദസഞ്ചലനത്തിന്, RSS-ന്റെ പദസഞ്ചലനം പാർട്ടി ഗ്രാമങ്ങളിലൂടെ, CPM ഗ്രാമങ്ങളിലൂടെ ഒരു തടസ്സവുമില്ലാതെ പോകുന്നത്. അവിടെ വലിയ ഫ്ലെക്സ് എടുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇത് RSS വിരുദ്ധ ഗ്രാമമാണിത്. കതിരൂർ എന്നൊക്കെ പറഞ്ഞ ഏതൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടുത്തെ. അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇത് സംഘപരിവാർ വിരുദ്ധ ഗ്രാമമെന്ന് പറയുന്ന DYFI വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡിൻ്റെ, DYFIയുടെ പാർട്ടി ഓഫീസിൻ്റെ ഒക്കെ മുമ്പിൽ പദസഞ്ചലനം RSS-ന് കടന്നു പോകും. അപ്പോൾ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM-ൽ നിന്ന് RSS-ലേക്ക് ഒരു കുത്തൊഴുക്ക്, BJP-യിലേക്ക് ഹൈന്ദവ വിശ്വാസികൾ ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ, ശബരിമലയിൽ ആദ്യ യുവതീ പ്രവേശനം അടക്കം ഉള്ള ഒരുപാട് വിഷയങ്ങളിൽ CPM സർക്കാർ ഹിന്ദു വിരുദ്ധരാണ് എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ
ഹൈന്ദവരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ CPM വിട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. ഉള്ള കാര്യമാണ് പറയുന്നത്. CPM ആരൊന്നും സമ്മതിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്കും ചേക്കേറിയിട്ടുണ്ട്, കോൺഗ്രസിലേക്കും പോകുന്നുണ്ട്. തീവ്ര നിലപാടുള്ള, അതായത് കൂടുതൽ ഹിന്ദുത്വമുള്ളിലുള്ള അല്ലെങ്കിൽ BJP പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്ക് ആകൃഷ്ടരായിട്ട് പോകുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഒരു വിഭാഗമുണ്ട്. അത് കണ്ണൂരിൽ കൂടുതലാണ്. കണ്ണൂരിൽ എപ്പോഴും ഒരു എക്സ്ട്രീമാണ്. ഒന്നുകിൽ ലെഫ്റ്റ് എക്സ്ട്രീമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഹിന്ദുത്വ എക്സ്ട്രീമാണ്. ഇനി കോൺഗ്രസ് ആണെങ്കിലോ അതും എക്സ്ട്രീമാണ്. കോൺഗ്രസ്സുകാർ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ ഉൾപ്പെട്ട കേസുകൾ ഏറ്റവും കൂടുതലുള്ള കണ്ണൂരാണ്. കണ്ണൂരിലെ കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവർ ആയുധമെടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സുധാകരൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെ, സുധാകരനൊക്കെ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ ജാഥകൾ CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജാഥകൾ മര്യാദക്ക് കൊണ്ടുപോയില്ലെങ്കിൽ CPM ഈ ജാഥകൾ തിരിച്ചടിക്കും. ഈ ജാഥകളിലുടനീളം ജനങ്ങളെ വെല്ലുവിളിക്കാനും ഈ പറയുന്ന CPM യഥാർത്ഥ കമ്മ്യൂണിസം കൂടെ വേണമെന്ന് പറയുന്ന പാർട്ടി സഖാക്കളെ വെല്ലുവിളിക്കാനും ഈ സർക്കാരിനെ വിമർശിക്കുന്നവരെ തിരിച്ച് ഭീഷണി മുഴക്കാനും ഒക്കെയാണ് സൈബർ സഖാക്കളെ പോലെ CPM നേതാക്കൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ജാഥ കഴിയുന്നതോടെ CPM പടവും. വേറെ ഒന്നും വേണ്ട. കാരണം ഇപ്പോൾ ഈ പറയുന്ന, ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഈ അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന് വിളിപ്പിക്കുന്ന പരിപാടി, അതായത് സംഭവം അതിഥി തൊഴിലാളികൾ CPM അനുഭാവികളായിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ CPMൻ്റെ തന്നെ അതിഥി തൊഴിലാളി വിഭാഗത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ CPMന് വലിയ നാണക്കേടായിട്ടുണ്ട്. മുദ്രാവാക്യം വിളിക്കാൻ പോലും ബംഗാളിൽ നിന്ന് ആളെ ഇറക്കേണ്ട ഗതികെട്ട പാർട്ടിയോ എന്ന നിലയിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ അവിടുത്തെ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ CPMൻ്റെ ഒരു മുതിർന്ന നേതാവിനെ പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ച് അതൊരു വിമത പാർട്ടി സമ്മേളനം പോലെ ആയി വലിയ തോതിൽ അതിന് സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം CPM വിളിച്ച വിശദീകരണ യോഗത്തിൽ ആളുകൾ തീരെ ഉണ്ടായില്ല. ഗോവിന്ദമാഷ് വന്നിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ അത് വലിയ തോതിൽ ചർച്ചയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പരിപാടികൾക്ക് ആൾ കൂട്ടുക എന്നുള്ളത് ഒരു അജണ്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ബംഗാളികളെ വെച്ചിട്ടെങ്കിലും ആളെ കാണിക്കാൻ CPM നടത്തുന്ന വിഫല ശ്രമം എന്ന നിലയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ചർച്ച CPMന് വലിയ തോതിൽ ദോഷം ചെയ്യും. CPMനൊപ്പം നിൽക്കാൻ ആളില്ല. CPMൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട് മാറി നിൽക്കുന്നു. പാർട്ടിയെ വലതുപക്ഷ വ്യതിയാനം വിഴുങ്ങിയിരിക്കുന്നു എന്ന നിലയിലൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ഇത് കാരണമാകും. അപ്പോൾ ഈ ജാഥകൾ എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി CPM കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പടക്കം CPMനെതിരെ ഉയർന്നു വന്ന ആരോപണമാണ്. സർക്കാരിനെതിരെ ഉയർന്നു വന്നത് വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദികളുമായിട്ടുള്ള കൂടിച്ചേരലാണ്. മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്ന, സംഘപരിവാറിന് കുടപിടിക്കുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ എടുത്തുകൊണ്ട് വന്ന് കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒപ്പം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷയത്തിലൊന്നും CPMനെ സംബന്ധിച്ച് അതിലൊരു കുറ്റബോധവും കാണാനില്ല. CPM ആ നയം തിരുത്തുന്നില്ല, അവരെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജാഥയിലും ഇതൊക്കെ തന്നെയാണ് രീതിയെങ്കിൽ ഇത് കഴിയുന്നതോടുകൂടി ഈ 25ലേക്ക് ചുരുങ്ങും. വെറും 25ലേക്ക് CPM ഇപ്പോൾ പോകുന്ന ഈ ലൈനിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങളെ വെറുപ്പിച്ച്, ചോദ്യം ചോദിക്കുന്നവരെ വെല്ലുവിളിച്ച്, എല്ലാത്തിലും ഉഡായിപ്പ് ന്യായീകരണം പറഞ്ഞ്, ഇരട്ടത്താപ്പ് പറഞ്ഞ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരാൾക്കും ആവശ്യമില്ലാത്ത കുറേ വിഷയങ്ങൾ ആളിക്കത്തിച്ച്, എന്ന് വെച്ചാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമൊന്നുമല്ലത്. അത് നിയമപരമായി പോട്ടെ എന്ന് വെക്കണമെന്നേ. അല്ലെങ്കിലും അതിന് വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിന് വലിയ CPM ആണെന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വിഷയമൊക്കെ ആളിക്കത്തിച്ച് പെണ്ണ്, ഗർഭം, ഈ വക സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ CPM സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അത് വലിയ തിരിച്ചടി CPMനുണ്ടാക്കും. ഇനി അല്ല CPM മര്യാദക്ക് ഈ വികസനത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നതെങ്കിൽ അതിലെന്തൊക്കെ CPMന് സർക്കാരിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ള വലിയ ചോദ്യമാണ്. സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? വികസനമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മറുവശത്ത് വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം കൂട്ടിയത്, പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ രൂക്ഷമാണ്, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പോൾ എത്ര ഗുണ്ടാ സംഘങ്ങളാണ് ഇവിടെ കിടന്ന് അഴിഞ്ഞാണ്. ഇപ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു സ്പായിൽ കയറി, ഒരു സ്പായിൽ ജോലിക്ക് ചെയ്യുന്ന ലേഡിയെ അവർ ബലാത്സംഗം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ജീപ്പിനെ ഒരു ഗുണ്ട പോലീസ് ജീപ്പിൽ കൊണ്ട് അയാളുടെ ജീപ്പ് ഇടിപ്പിച്ച് വെല്ലുവിളിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു. അയാളെ പിടികൂടി. എങ്കിലും ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുകയാണ്. ക്രൂരമായ കൊലപാതകങ്ങൾ, അതിക്രൂരമായിട്ടുള്ള ഇത്തരം ബലാത്സംഗങ്ങൾ, പീഡന വാർത്തകൾ, പോക്സോ കേസുകൾ, അങ്ങനെ ഒരു രക്ഷയിൽ ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടേഷൻ കൊടുത്ത് അടിക്കുകയാണ്.
അതും മാരകമായ മർദ്ദനം, എത്രയോ വീഡിയോകൾ പുറത്തു വരുന്നു. ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയേണ്ട ഈ സർക്കാർ തന്നെയാണ്. ഇങ്ങനെ അഴിച്ചു വിട്ടതുപോലെ ഈ ആളുകൾ ഇങ്ങനെയായി. ലഹരിയുടെ വ്യാപനം വലിയ പ്രശ്നമാണ്. കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗുകൾ പടർന്ന് പന്തലിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്, പോലീസിൻ്റെ വീഴ്ചയാണ്, ആഭ്യന്തര വകുപ്പ് പരാജയമാണ് ഇവിടെ. ഇത് ജനങ്ങൾ നിരന്തരമായി സംസാരിക്കുന്നുണ്ട് ഈ വിഷയം. ഇതൊന്നും അഡ്രസ് ഇപ്പോൾ പോട്ടെ, ഇന്നലെ പെരുമ്പാവൂരിൽ അവിടുത്തെ ജനങ്ങൾ സംഘടിക്കുകയാണ് ഭായിമാർക്കെതിരെ, ബംഗാളികൾക്കെതിരെ. അതിഥിത്തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നവന്മാരാ. കഞ്ചാവും പെണ്ണും മറ്റു ലോകത്തില്ലാത്ത എല്ലാ ഉടായ്പും ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു സർക്കാർ, ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ കൂടി പിണറായി സർക്കാരിന് വലിയ ദോഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ CPM സേഫായിട്ട് നിൽക്കുന്ന പാലം, റോഡ്, കിഫ്ബി, വികസനം, ഇതൊക്കെ മാത്രമായിട്ട് CPM അഡ്രസ്സ് ചെയ്യുന്നുള്ളെങ്കിൽ, അത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇതൊരു പാർട്ടി പരിപാടി എന്ന നിലയിൽ വലിയ വിജയമായിരിക്കും. അല്ലാതെ ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ഇത് വലിയ പരാജയമായിരിക്കും. ഇപ്പോൾ CPMന് ജനങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, പാർട്ടിക്കാരെ അല്ല. പാർട്ടിക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കാമെന്നതിനപ്പുറം തുടർഭരണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ദയനീയ പരാജയത്തിൽ നിന്ന് ഒഴിവാവാൻ പറ്റുന്ന വിധത്തിലുള്ള വോട്ട് ബാങ്ക് സ്വരൂപിക്കണമെങ്കിൽ കൃത്യമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മുഖ്യമന്ത്രി ക്യാപ്റ്റനാണ്, മുഖ്യമന്ത്രി സഖാവാണ്, വടിവാളിൻ്റെ ഇടയിൽ കൂടി നടന്ന ആളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ മുഖ്യമന്ത്രി എന്താണ്, മുഖ്യമന്ത്രിയുടെ പരാജയങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ മുഖ്യമന്ത്രി എന്ന ബിംബത്തെ ഇനിയും പൊലിപ്പിച്ച് മറ്റേ തിരുവാതിര കളിക്കുമ്പോൾ പറയുന്ന പോലെ കാരണഭൂതനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി അതൊക്കെ മാറ്റിവെച്ചിട്ട് ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് അത് പരിഹരിക്കാൻ ഈ സർക്കാരിന്, അല്ലെങ്കിൽ ഇനി തുടർഭരണം കിട്ടിയാൽ ആ സർക്കാരിന് കഴിയും. അല്ലെങ്കിൽ ഈ സർക്കാർ ഇത്രയധികം ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഇത്രയധികം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ CPM ഈ ജാഥകളിലൊക്കെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ബംഗാളിക്ക് പൊറോട്ടയും മുട്ടയും മേടിച്ചു കൊടുത്ത് ജയ് വിളിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുറേ ചെങ്കൊടി അവിടെ എവിടെയും വെച്ചിട്ട് സഖാവിടാന്ന് പറഞ്ഞ് റീലിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ CPM പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന ആ നിലപാടൊക്കെ മാറും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ യാത്ര നോക്കുക, പുതിയുഗ യാത്ര, എന്താ പെർഫോമൻസ്. VD സതീശനൊക്കെ വലിയ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. പിന്തുണ. CPM ഒരു കേഡർ പാർട്ടിയായിട്ടും അതിനെ വെല്ലുന്ന രീതിയിലാണ് UDFന്റെ ഈ ജാഥയിലൊക്കെ ആള് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് വെച്ചിട്ടെങ്കിലും CPM നല്ല കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എവിടെയെങ്കിലും കുറച്ചുകൂടി അധികം സീറ്റ് പിടിക്കാം. ഇതിപ്പോ UDFന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ്. VD സതീശന്റെ ഒരു ആത്മവിശ്വാസം കണ്ടില്ലേ, 110ലധികം സീറ്റ് പിടിച്ച് നമ്മൾ അധികാരത്തിൽ വരാൻ പോവാ, ഇന്ന് മുതൽ നമ്മൾ ടീം UDF ആണ് എന്നാണ് സതീശൻ പറയുന്നത്. ഈ കോൺഫറൻസ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും അവരത് പരിഹരിച്ച് അതിനുള്ള മറുപടിയും അതിനുള്ള നടപടികളും എടുത്ത് മുന്നോട്ട് പോകുന്നതും ജനങ്ങൾക്കൊരു വിശ്വാസമാവുന്നുണ്ട്. UDFനകത്ത് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. UDFനെ സംബന്ധിച്ച് UDFിലെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, ആകെ ഈ മാങ്കൂട്ടത്തിന് പോലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ CPM ഉയർത്തിവിടുന്നത്. അല്ലാതെ കോൺഗ്രസിനുള്ളിൽ അഴിമതി ഉണ്ടെന്നോ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കും ഒന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ക്ലീനാണ്, UDFനെ സംബന്ധിച്ച് അവർ ക്ലിയറാണ്. ആകെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം എന്നൊക്കെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ച് പിണറായി വിജയൻ ജയിച്ചിട്ടുണ്ട്. CPMന് എന്തോരം ബന്ധമുണ്ട്. CPM മുമ്പ് നല്ല രീതിയിൽ അടുത്തിരുന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് ജമാഅത്തെ ഇസ്ലാമിയും CPM കൂടി ഒരുമിച്ചായിരുന്നു പറഞ്ഞത് മറ്റുള്ളവര് മത എന്താ പറയാ വിരുദ്ധത നടത്തുന്നു അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് അതേ ജമാഅത്തെ UDFിലേക്ക് വന്നപ്പോഴത്തേക്ക് CPM UDFനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമി വിഘടനവാദികളായി, ഭീകരവാദികളായി, പാകിസ്ഥാൻ ചാരന്മാരെ, സംഘപരിവാർ പോലും പറയാത്ത ആരോപണങ്ങളൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടക്കുകയും അതേ വാഗുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത വിളിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ വെള്ളാപ്പള്ളി പറഞ്ഞതും തെറ്റ്, ജമാഅത്ത് പറഞ്ഞതും തെറ്റ് എന്ന് പറയണം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി, ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് കരുതണം. ഇത് ഞങ്ങൾ പറയുന്നതൊക്കെ ശരി, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റ്, ഞങ്ങൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ മറ്റേ MM മണി പറഞ്ഞതുപോലെ പെൻഷൻ വാങ്ങി തിന്നിട്ട് മറ്റേ പണി കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്ന പോലത്തെ പരിപാടിയാണ് CPM. ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് UDFന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് UDF കൃത്യമായി
110 സീറ്റിലധികം നേടി ജയിക്കുമെന്ന് അതൊക്കെ പറഞ്ഞ് നമ്മുടെ അവകാശം. സന്തോഷത്തിലൂടെ ഇങ്ങനെ പോകുന്ന UDF-ന്റെ ക്യാമ്പിൽ എന്ത് ഹാപ്പിനെസ് ആ, ഒരു ടെൻഷൻ ഇല്ല, ഒരു പ്രശ്നവുമില്ല. മറ്റവർ അവിടെ കിടന്ന് എന്തൊക്കെയാണ് വിശ്വാസം കാണിക്കുന്നത്. അവർക്ക് അവര് ജനങ്ങളുടെ ഇടയിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സതീശനൊക്കെ വളരെ സന്തോഷത്തിലാണ്. പക്ഷെ ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്ത് ഇവരുടെ ക്യാമ്പിൽ ഭയങ്കര സമ്മർദ്ദം, മറ്റുള്ളവരെ മുഴുവൻ ഭരണപക്ഷമാണ് നടത്തുന്നത് ആലോചിക്കണം. അവർ നടത്തുമ്പോഴും CPM-നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിക്ക് നേരെ ആക്രമണം, എല്ലാത്തിനോടും ഒരു സൈബർ ആക്രമണം കൂട്ടുന്നു, കുറെ സോഷ്യൽ മീഡിയ പേജുകൾ വന്ന് സകലരെയും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ആക്രമണ ശൈലിയാണ് CPM സ്വീകരിക്കുന്നത്. കാരണം ഒരു പരാജയപ്പെടുമെന്നുള്ള ഭീതി അങ്ങേയറ്റമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യാത്ര കഴിയുമ്പോഴേക്കും ഈ നിലയ്ക്കാണെങ്കിൽ CPM ഒന്നുകൂടി പരാജയം ഊട്ടി ഉറപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പുതിയ യാത്രയിലൂടെ ഒരു വലിയ മുന്നേറ്റം UDF നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് കാണുന്നത്. വലിയ കോൺഫിഡൻസ് ആണ് UDF-ന്.